അപ്പോ മാഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി ചെറുക്കൻ വന്ന് പെണ്ണിനെ കണ്ടു, രണ്ട് വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. ചെറുക്കന്റെ വീട്ടിൽ നിന്ന് സഹോദരിമാര് പെണ്ണിനെ വന്ന് കണ്ട് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുള്ള വാക്കുകൾ പറഞ്ഞു പോയി. ഇനി നമ്മൾ എന്താ ചെയ്യാ? നിക്കാഹിന് വേണ്ടിയിട്ട് നമ്മള് ഒരു ഡേറ്റ് കാണും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോ കാനോത്ത് അതല്ലെങ്കിൽ ആലോചിക്കുന്നതിന് നമ്മള് പല പേരുകളും പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും. നിശ്ചയം എന്നൊക്കെ പറയും. ഞങ്ങളെ മലപ്പുറം നാട്ടില്, മലപ്പുറം ജില്ലയിൽ, ഞങ്ങളെ നാടുകളിലൊക്കെ ഞങ്ങൾ പറയാറുള്ളത് നിശ്ചയിക്കുക എന്നുള്ളതാണ്. നിശ്ചയം എന്നാണ്. ഞായറാഴ്ചയാണ് നിശ്ചയം, വെള്ളിയാഴ്ചയാണ് നിശ്ചയം. അഥവാ നിക്കാഹല്ല, നിക്കാഹിന് ഒരു ഡേറ്റ് കാണുന്നതിനാണ് നിശ്ചയം എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പറയാം. നിങ്ങളുടെ നാട്ടിലൊക്കെ ചിലപ്പോ പല വാക്കുകളായിരിക്കും. പറഞ്ഞു വരുന്നത്, ആ നിശ്ചയിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നിശ്ചയത്തിന് ആരാണ് സാധാരണ നമ്മുടെ കുടുംബത്തിലേക്ക് വരാറുള്ളത്? നമ്മുടെ കുടുംബത്തിലെ പ്രായം ചെന്ന ആളുകൾ അല്ലേ? ഒരു സയ്യിദ് ഉണ്ടാവും, തങ്ങന്മാരുണ്ടാവും, പണ്ഡിതന്മാരുണ്ടാവും, പള്ളിയിലെ ഉസ്താദ് ഉണ്ടാവും. മുതിർന്ന മാതാപിതാക്കളാണ് നിശ്ചയത്തിന് അധികം വരാറ്. കാരണം എന്താ? അത് അവർക്ക് കഴിയുന്നൊരു കാര്യമാണ്. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കാണാൻ അഴകുള്ള സുന്ദരിയായ പെണ്ണായിരുന്നു. മാണിക്യം മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും റാണി, വിലസിടും റാണി. മാണിക്യം മലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും റാണി, വിലസിടും റാണി. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തിന് വേണ്ടി, നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. നിക്കാഹിന് തീരുമാനം കാണണമല്ലോ, നിശ്ചയത്തിന് തീരുമാനം കാണണമല്ലോ. ആ നിശ്ചയത്തിന് വേണ്ടി തീരുമാനം കാണുന്നത് പ്രായം ചെന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ താലിബ് എവിടെ? അബൂ താലിബ് വിഷയം തീരുമാനിക്കട്ടെ. ഞങ്ങളെ കുടുംബത്തിലെ പ്രായം ചെന്ന ആളുകളാണ് നിക്കാഹിന് വേണ്ടി, നിശ്ചയത്തിന് വേണ്ടി വരേണ്ടത്. കാരണം പ്രായം ചെന്ന ആളുകൾക്കാണ് നമ്മളവിടെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട വാപ്പ, ഖദീജ ബീവിയുടെ നിക്കാഹ് നടക്കുന്ന സമയത്ത് വാപ്പ ജീവിക്കുന്നില്ല, ബാപ്പ ജീവിച്ചിരിപ്പില്ല. ബാപ്പ അതിന്റെ മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട്. ബാപ്പയുടെ പേര് ഖുവൈലിദ് എന്നാണ്. ഖുവൈലിദ് എന്ന പ്രിയപ്പെട്ട വാപ്പ മരണപ്പെട്ടപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹിന്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി, നിശ്ചയത്തിന് വേണ്ടി ഖദീജ ബീവിയുടെ ഭാഗത്ത് നിന്ന് വന്നതാരാ? അവിടുത്തെ വാപ്പയുടെ ജ്യേഷ്ഠനാണ്. അഥവാ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന മൂത്താപ്പയാണ്. പറഞ്ഞു വരുന്നത്, കല്യാണം നിശ്ചയിക്കാൻ വേണ്ടി പ്രായം ചെന്ന ആളുകളെ നമ്മൾ കൊണ്ടുപോകണം. എന്റെ ചെറുപ്പക്കാരാ, ഇതൊന്നും ഒരു ഫാഷനിന്റെ ഭാഗമായിട്ട് അവരെയൊന്നും നമ്മൾ മാറ്റി നിർത്തരുത്. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലുമുള്ള പ്രായം ബാപ്പമാരെയും ഉമ്മമാരെയും അതിനു വേണ്ടി നമ്മൾ കൊണ്ടുപോകണം. കാരണം എന്താണ്? അത് വല്ലാത്ത ഒരു ബറക്കത്തുള്ള കാര്യമാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടിമയായ മൈസർ എന്ന് പറയുന്ന തോട്ടപ്പണിക്കാരൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കല്യാണം ആലോചിച്ചില്ലേ? നിങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെ ആരംഭ റസൂലുള്ള ആ വിഷയം ഏൽപ്പിച്ചത് ആരെയാണ്? അല്ലാഹുവേ,
അവിടുത്തെ പ്രിയപ്പെട്ട അവിടുത്തെ വളർത്തിയിരുന്ന അബൂ താലിബിനെയാണ്, പ്രായം ചെന്നവരെയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാല്, നീ ഒരു സ്വാലിഹായ പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു, നിന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാല് പിന്നിന്റെ വീട്ടിലെ സഹോദരിമാരാ പെണ്ണിനെ ചെന്ന് കാണുമല്ലോ. ആ പെണ്ണിനെ ചെന്ന് എല്ലാം ഓക്കെയാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാല് നിങ്ങൾ നിശ്ചയത്തിന് പോകുമ്പോ വീട്ടിലുള്ള കുടുംബത്തിലുള്ള പ്രായം ചെന്ന ആളുകളെ കൊണ്ടുപോവണേ. നിങ്ങളെ മഹല്ലത്തിലുള്ള ഉസ്താദിനെയും നിങ്ങളെ മഹല്ലത്തിലുള്ള പ്രായം ചെന്ന ആളുകളെയും നിങ്ങൾ കൊണ്ടുപോവണം. കാരണം അത് വല്ലാത്ത ഒരു ബറക്കത്തുള്ള കാര്യമാണ്. അത് നിങ്ങളെ കുടുംബജീവിതം തുടങ്ങുന്ന വിഷയമല്ലേ. കുടുംബജീവിതം എന്നുള്ളത് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ചെറുപ്പക്കാരാ, എന്റെ പെങ്ങളെ, നമ്മൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ ജീവിച്ചതുപോലെയല്ലല്ലോ. നമ്മുടെ ജീവിതത്തിലേക്ക്, പുതിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോ നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്ന പ്രായം ചെന്ന ആളുകളുടെ സമ്മതത്തോടെ, അനുവാദത്തോടെ, അവരുടെ എല്ലാം പൊരുത്തത്തോടുകൂടി നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോ അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരും. മറന്നു പോവണ്ട. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ സന്തോഷം നൽകണം അല്ലാഹ്. അങ്ങനെ നമ്മൾ നിക്കാഹിനുള്ള ഡേറ്റ് കാണുകയാണ്. നിക്കാഹിനുള്ള ഡേറ്റ് കാണുമ്പോൾ, നിക്കാഹിന് നിങ്ങളൊരു ഡേറ്റ് ഉറപ്പിക്കുമ്പോൾ നിക്കാഹ് നടത്തൽ പ്രത്യേകമായ അന്നിക്കാഹു മിൻ സുന്നത്തി, നിക്കാഹ് എന്നുള്ളത് എന്റെ തിരുചര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ തിരുസുന്നത്താണ് നിക്കാഹ് എന്നുള്ളത്. അത് മുത്തുനബിയുടെ തിരുസുന്നത്താണ് നിക്കാഹ് എന്നുള്ളത്. ആ നിക്കാഹ് നടത്തുമ്പോ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിക്കാഹ് നടത്തുമ്പോ, നിക്കാഹിന് നമ്മൾ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ തന്നെ സുന്നത്തായ മാസങ്ങളെ തിരഞ്ഞെടുക്കണം. നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല സുന്നത്തുള്ള മാസം ഏതാണ്? അത് ശവ്വാൽ മാസമാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിക്കാഹ് നടത്താൻ ഒന്നാം നമ്പർ ഏറ്റവും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട മാസം അത് ശവ്വാൽ മാസമാണ്. കാരണം മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ നിക്കാഹ് ചെയ്തത് അത് പരിശുദ്ധമായ ശവ്വാൽ മാസത്തിലാണ്. സ്വഹാബാ, ശവ്വാൽ മാസത്തിലായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും നിക്കാഹ് നടന്നതെന്ന് ചരിത്രം പറയുകയാണ്. കൗനുഹു അവ്വലൻ നഹാരി വ യൗമൽ ജുമുഅ വ ഫി ശവ്വാൽ, ശവ്വാൽ മാസത്തിലേക്കാണ് നിക്കാഹിനെ നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാഹ്, ശവ്വാൽ മാസം വരെ കാത്തിരിക്കണം ഉസ്താദേ. ശവ്വാൽ മാസം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ശവ്വാൽ മാസമാണ്. ശവ്വാൽ മാസം വെള്ളിയാഴ്ച ദിവസമാണ്. ആദ്യം തന്നെ നിശ്ചയത്തിന്റെ അന്നതൊക്കെ ഉറപ്പിച്ചു പോവുക. അപ്പൊ ശവ്വാൽ മാസത്തിൽ മാത്രമേ നിക്കാഹ് പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ശവ്വാൽ മാസത്തിലാണ് ഏറ്റവും ബെറ്റർ. ഇനി മറ്റുള്ള മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് സൗകര്യങ്ങളെ പോലെ ചിലപ്പോൾ നിങ്ങളെ ജോലി തിരക്ക്, ചിലപ്പോൾ നിങ്ങളെ കുടുംബത്തിൽ വിവാഹത്തിൽ പങ്കെടുക്കേണ്ട പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ചിലപ്പോൾ ഡേറ്റിനനുസരിച്ച് മാറ്റം വരുത്താം. അതിലൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട. ഇനി കല്യാണപ്പുരി പോയിട്ട് നിശ്ചയത്തിന് പോയിട്ട് അവിടെ ബദറുണ്ടാക്കാൻ നിൽക്കണ്ട. ശവ്വാലിൽ മാത്രമേ ഞാൻ പെണ്ണിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ശവ്വാൽ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ സുന്നത്തുള്ളത്. അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് നിക്കാഹിലേക്ക് കടന്നിട്ടില്ല കേട്ടോ, നിശ്ചയത്തിലാണ്. നിക്കാഹിന്റെ അന്ന് അടിയില്ലാതിരിക്കാൻ വേണ്ടിയാ പറയണത്. പിന്നെയോ വെള്ളിയാഴ്ച ദിവസത്തെ സെലക്ട് ചെയ്യാം. അപ്പൊ കെട്ടാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിർബന്ധമാണ്. ഇനിമ ശവ്വാൽ മാസത്തിലാണെങ്കിലും അല്ലെങ്കിലും ഞാൻ പെണ്ണ് കെട്ടുന്നത്, ഞാൻ നിക്കാഹ് നടത്തുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലായിരിക്കണം. അത് ഓരോ ചെറുപ്പക്കാരനും നിർബന്ധമാണ്. കാരണം എന്താ? അഫ്ദലുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസത്തിന് അല്ലാഹു ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ടെന്ന് മറന്നു പോവണ്ട. വെള്ളിയാഴ്ച ദിവസത്തിന് അല്ലാഹു വലിയ മഹത്വങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മറന്നു പോവണ്ട.
ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ നിക്കാഹ് നടത്തണം. അത് പ്രത്യേകമായ സുന്നത്താണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഫ്ദലുൽ അയ്യാമി യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ദിവസം ഏതാണ്? അത് വെള്ളിയാഴ്ച ദിവസമാണ് സ്വഹാബ. വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ നിശ്ചയത്തിന്റെ അന്ന് ഉറപ്പിക്കേണ്ട കാര്യങ്ങളാട്ടോ. നിക്കാഹിലേക്ക് കടന്നിട്ടില്ല, നിക്കാഹിലേക്ക് ഇൻഷാ അല്ലാഹ് വരാം. അപ്പൊ നിക്കാഹിന്റെ മുമ്പ് നിശ്ചയിക്കുന്ന ഒരു സഭ ഉണ്ടാകുമല്ലോ, അങ്ങനെ നിശ്ചയത്തിന്റെ അന്ന് നമ്മൾ ഉറപ്പിക്കുക. ശവ്വാൽ മാസത്തിൽ പറ്റുമെങ്കിൽ അങ്ങനെ, ഇനി ആ മാസത്തിൽ പറ്റിയിട്ടില്ലെങ്കിലോ വെള്ളിയാഴ്ച ദിവസം പറ്റുമെങ്കിൽ അങ്ങനെ. വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ നിക്കാഹിന് ഡേറ്റ് കാണണം. വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ നിക്കാഹിന് ഡേറ്റ് കാണണം. പുതുമാരനാകാൻ പോകുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾ ആ വിഷയത്തിൽ നിങ്ങൾ നിർബന്ധം പറയണം. കാരണം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, വെള്ളിയാഴ്ച ദിവസത്തിൽ ആരെങ്കിലും നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാല് ആ ദിവസത്തിലുള്ള ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവന്റെ കുടുംബ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകുമെന്നാണ് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. വെള്ളിയാഴ്ച ദിവസം നിക്കാഹ് നടത്തിക്കഴിഞ്ഞാ അവന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് തരുമെന്നാണ്. വെള്ളിയാഴ്ച ദിവസം തന്നെ സമയം തീരുമാനിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അത് പ്രഭാതത്തിന്റെ സമയമാണ്. വെള്ളിയാഴ്ച രാവിലെ സമയം ജുമഅയുടെ മുന്നോടിയായിട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. കാരണമെന്താണ്? മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, കൗനുഹു അവ്വലൻ നഹാരി വയൗമൽ ജുമുഅത്തി വഫീ ശവ്വാൽ. ശവ്വാൽ മാസത്തിൽ നിക്കാഹ് നടക്കുമ്പോൾ വല്ലാത്ത ബറക്കത്തുള്ള കാര്യമാണ്. അത് തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിലായാൽ അല്ലാഹു വലിയ ബറക്കത്ത് തരും സ്വഹാബ. വെള്ളിയാഴ്ച ദിവസം തന്നെ അവ്വലു നഹാറിലാണ്, പകലിന്റെ ആദ്യ സമയത്താണ്. കാരണം പ്രഭാത സമയത്ത് അല്ലാഹു വലിയ ബറക്കത്ത് തരുമെന്നാണ്. പ്രഭാത സമയത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ, പ്രഭാത സമയത്തിന് നീ ബറക്കത്ത് കൊടുക്കണമല്ലാ, രാവിലെ സമയത്തിന് നീ ബറക്കത്ത് കൊടുക്കണമല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച പകൽ ആദ്യ സമയത്താണ് നിക്കാഹ് നടത്തൽ ഏറ്റവും കൂടുതൽ സുന്നത്തുള്ളതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മൾ പറയും, ഉസ്താദേ ഇതൊക്കെ തീരുമാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം നിക്കാഹ് നടത്തിയാൽ പോരെ? സൗകര്യമുള്ള ഏതെങ്കിലും ഒരു ദിവസം വിവാഹം ചെയ്താൽ പോരെ? എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ, നിക്കാഹ് എന്നുള്ളത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമല്ലേ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ സമയമാണ്, മറക്കണ്ട. എത്ര കാലമായി ആഗ്രഹിച്ച് നടന്നതല്ലേ നമ്മള്? ഒരു കുടുംബജീവിതം സ്വപ്നം കാണാത്തവരാരാണ്? അല്ലാഹുവേ, പല കാരണങ്ങളാൽ വിവാഹം മുടങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്. അവർക്കെല്ലാം നീ ഖൈറായ ഇണകളെ കൊടുക്കണം അല്ലാഹ്.